ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിനെ പറ്റിയുള്ള ഒരു മിനി വ്ളോഗാണ്. വൈബ് ഉണ്ടായതിന് ശേഷമുള്ള ആദ്യത്തെ തൃശ്ശൂർ പൂരമാണിത് ഞങ്ങളുടെ. അപ്പോൾ തന്നെ ഞങ്ങൾ കുടമാറ്റം കാണാൻ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ഇരഞ്ഞിത്തറ മേള ഞങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റിയില്ല, കാരണം എനിക്ക് ജോലിയുള്ള കാരണം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുടമാറ്റം തുടങ്ങാറായി. ഞങ്ങളിതാ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുമിച്ച് റൗണ്ടിൽ കൂടെ നടക്കുകയാണ്. റൗണ്ടിൽ കൂടെ നടക്കുമ്പോഴുള്ള ഫീലിംഗ് നിങ്ങൾക്ക് പറയാതെ തന്നെ അറിയാമല്ലോ, ഒരു പ്രത്യേക വൈബാണ്. പൂരമായി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതിൻ്റെ വൈബിൻ്റെ ഒരു എക്സ്ട്രാ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുക. ഇതാണ് ഗൈസ് നമ്മുടെ പൂര എക്സിബിഷൻ നടക്കുന്ന സ്ഥലം. നമ്മൾ ഈ വഴിക്കാണ് അങ്ങനെ പാസ്സായി പോകുന്നത്. എക്സിബിഷൻ ഞങ്ങൾ ഇതുവരെയായിട്ടും കയറിയിട്ടില്ല, അതിൻ്റെ ഒരു വ്ളോഗ് വേറെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉണ്ണീനെ എടുത്തിട്ട് ആ വൈഫ് നടക്കാൻ തുടങ്ങി. ക്യാമറ അത്ര ക്ലാരിറ്റി പോരെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിങ്ങനെ ചുറ്റുമുള്ള ഓരോ കടകളും എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഒരുപാട് നാൾക്ക് ശേഷമാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെയുണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ കണ്ടു. അപ്പോൾ അവനവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബിസി. ആ സമയത്ത് ഞാൻ പൂര എക്സിബിഷൻ്റെ ഫ്രണ്ടിലത്തെ ഗേറ്റ് ഒന്ന് ജസ്റ്റ് വീഡിയോ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് കയറിയുള്ള ബ്ലോഗ് വേറെ ചെയ്യാം. അപ്പോൾ ഉണ്ണീനെ എടുത്തിട്ട് ഞാൻ മാറിയാണ് ഞങ്ങൾ എടുക്കണേ. ഉണ്ണീനെ കുറച്ച് നേരം വിവേകായിരുന്നു എടുത്തിരുന്നത്, എൻ്റെ ഫ്രണ്ടിൽ. അവനെടുത്ത് കുറച്ച് നേരം നടന്നു, പിന്നെ ഞാനെടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ അവനോരോ കടകളൊക്കെ കാണുമ്പോൾ അവൻ്റെ കണ്ണ് മൊത്തം ആ കടകളിലേക്കാണ്. അതുപോലെ തന്നെ വൈഫിൻ്റെ കണ്ണും ആ കടകളിലേക്കുണ്ട്. അത് വേറെ കാര്യം. അപ്പോൾ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ആ കടയിൽ പ്രത്യേക വൈബുകളാണ്. നല്ല കളർഫുള്ളായിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും. ഒരുപാട് പേരുടെ സ്റ്റോറി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പാറമേക്കാവ്. ഉണ്ണിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ലോണം വിശപ്പ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് പാൽ കൊടുക്കാൻ പറ്റിയ സ്ഥലമൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, നേരെ അമ്പലത്തേക്ക് പോകാം, അവിടെ എന്തായാലും ഫീഡിങ് റൂം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അകത്ത് കയറി, അവിടെ ഒരു ഫീഡിങ് റൂമുണ്ട്. അങ്ങനെ നമ്മളവിടെ കയറിയിട്ട് ഉണ്ണിക്ക് പാൽ കൊടുത്താവാൻ ഓക്കെ. അങ്ങനെ നമ്മൾ കുടമാറ്റം ചെറിയ രീതിയിലൊക്കെ ഒന്ന് കാണാൻ പറ്റി. തിരക്കിലധികം പോവാതെ ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വെടിക്കെട്ടിന് കാണാം.